ആലപ്പുഴയിലെ കോടതി മുറ്റത്ത് നാടകീയ രംഗങ്ങളാണ് അല്പസമയം മുമ്പ് കണ്ടത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു സുഭദ്ര വധക്കേസിലെ പ്രതിയായ ഷർമിള. മാത്യുവിനെയും അതോടൊപ്പം തന്നെ ഷർമിളയെയും ആലപ്പുഴ കലവൂരിലെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഉടുപ്പിയിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. എന്റെ അമ്മ പറഞ്ഞോണ്ടുണ്ടായിരുന്നു നല്ലതിലേക്ക് കുറെ സമയം നമുക്കിപ്പം രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് ആംഗ്യ ഭാഷയിൽ നിങ്ങളിലേക്ക് ഈ വിവരങ്ങൾ, ഈ വാർത്തകളൊക്കെ എത്തിക്കുന്നത് വിനയചന്ദ്രനാണ്. അതുകൂടി പറയുന്നു. രഘു, നാടകീയമായ രംഗങ്ങളാണ് ശരിക്കും. പൊട്ടിക്കരയുന്ന ഷർമിളയൊക്കെ നമ്മൾ കണ്ടു. പലതും ഓർത്ത് കുറ്റബോധത്തിന്റെ പുറത്തായിരിക്കണം ആ കരച്ചിൽ. പോലീസിന്റെ നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയും? ആര്യ, ഈ പൊട്ടിക്കരയുന്നതിന് തൊട്ടു മുൻപ് വരെ കോടതി വരാന്തയിലും കോടതിക്കകത്തുമൊക്കെ പോലീസുകാരുമായി സംസാരിച്ചും മാത്യൂസുമായി തമാശകൾ പങ്കുവെച്ചുമൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഷർമിളയാണ് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞത്. അതായത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അമ്മയെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷർമിള കരഞ്ഞതും. എന്തായാലും അത് സ്വാഭാവികമായി തന്നെ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെയുള്ള സെൻറ്റിമെൻറ്റ്സ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഷർമിളയുടെ ശ്രമമായിട്ട് വേണം കരുതാൻ. എന്നാൽ ഷർമിളയെയും മാത്യൂസിനെയും അല്പസമയം മുമ്പ് കലൂർ കോർത്തുശ്ശേരിയിലെ അവർ താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്ത് ഇവിടെയാണ് സുഭദ്രയുടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കാട്ടിക്കൊടുത്തു. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട സമയത്ത് സുഭദ്ര ഉപയോഗിച്ചിരുന്ന തലയണ വീടിൻ്റെ പിറകിലായിട്ടുള്ളൊരു നീർച്ചാലുണ്ടായിരുന്നു, അവിടെയാണ് ഉപേക്ഷിച്ചിരുന്ന. ആ സ്ഥലത്തെത്തിച്ച് മാത്യൂസ് അത് കാട്ടിക്കൊടുത്തു. ഒപ്പം തന്നെ ചോരക്കറ പുരണ്ട ബെഡ്ഷീറ്റ്, ഷോള് അടക്കമുള്ള സുഭദ്രയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ഷോൾ അടക്കം കത്തിച്ച സ്ഥലവും പ്രതികൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി പ്രതികളെ കൊണ്ടുപോകുന്നത് മണിപ്പാലിലേക്കൊക്കെയാണ്, എറണാകുളത്തേക്കുമൊക്കെ കൊണ്ടുപോകും. ഇവിടെയാണ് പ്രതികൾ വാടകയ്ക്ക് താമസിച്ചത്. പിന്നീട് ഉടുപ്പിയിലെ ഒരു ജ്വല്ലറിയിൽ സുഭദ്രയുടെ സ്വർണം വിറ്റതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. 8 ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത്. ഈ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ റിമാൻഡിലാണ്. ഇത് മാത്യൂസിൻ്റെ സുഹൃത്താണ്. പക്ഷേ ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ അനുമാനം. പക്ഷേ ഇയാൾ സുഭദ്രയെ മയക്കാനായി മയക്കുമരുന്ന് വാങ്ങിക്കൊടുത്തത് റൊണാൾഡാണ്. അങ്ങനെയാണ് ഇയാളെ കേസിൽ പ്രതി ചേർക്കുന്നത്. അതായത്, പ്രതികളുടെ മൊഴി എന്ന് പറയുന്നത് സുഭദ്രയുടെ സ്വർണം തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ കൊല ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയാണ് മയക്കിയ ശേഷം സ്വർണ്ണവളയും മാലയും ഒക്കെ ഊരിയെടുത്തു. ഇതിനിടയിൽ എപ്പോഴോ ബോധം വീണപ്പോൾ സുഭദ്ര ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുകയും പോലീസിൽ പരാതി നൽകണമെന്ന് ഷർമിളയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഷർമിളയും മാത്യൂസും പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ല. ഇതേ ചൊല്ലി തർക്കമായി. ഇത് സുഭദ്ര മക്കളോട് പറയും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് വീണ്ടും മരുന്ന് നൽകുകയും സുഭദ്രയെ മയക്കിക്കെടുത്ത ശേഷം ഷോൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കുകയും ഒപ്പം തന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് വാരിയെല്ലുകൾ മുഴുവൻ ഒടിഞ്ഞ നിലയിലായിരുന്നു, കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല മൃതദേഹവും ഏകദേശം ചരിഞ്ഞ നിലയിലായിരുന്നു കുഴിയിൽ നിന്ന് ലഭിച്ചതും. അത്തരത്തിൽ വയോധിക മരിക്കുന്ന ഘട്ടത്തിൽ അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓഗസ്റ്റ് മാസം ആദ്യമാണ് സുഭദ്രയെ കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതാകുന്നത്. 2 ദിവസത്തിനകം മകൻ പോലീസിൽ പരാതി നൽകി. അങ്ങനെ പോലീസ് ഫോൺ കോളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവസാനം സുഭദ്ര എത്തിയത് ഇവിടെ കലവൂരിലാണെന്ന് കണ്ടെത്തുകയും അവസാനം എത്തിയത് ഇവരുമായി വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്ന ഷർമിളയുടെയും മാത്യൂസിൻ്റെയും അടുത്താണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഈ മാസം 10-ാം തീയതി കലവൂരിലെ വീടിൻ്റെ പിറകുവശത്ത് നിന്ന് മൃതദേഹം വീണ്ടെടുക്കുന്നത്.